ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അയാൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. നമ്മളെല്ലാവരും കൊറോണ എന്ന രോഗത്തിൻ്റെ ഭീതിയിലാണല്ലേ. മാസ്ക് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ മാസ്ക് നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാസ്ക് നിർമ്മിക്കാനായിട്ട് ഞാനൊരു കോട്ടൺ തുണി ചെറിയ പീസായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ഈ തുണി ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഈ സൈഡ് കട്ട് ചെയ്ത് ഇവിടെ കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പീസിൻ്റെ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല ചീത്തവശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കും. നല്ല വശം ഉള്ളിലും ചീത്തവശം പുറമോട്ടായിട്ട് രണ്ടിൻ്റെ ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെ ഈ അടിഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഈ പീസും കൂടി അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ രണ്ട് പീസിന്റെ അടിഭാഗം തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന്റെ രണ്ട് പീസിന്റെ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു വെക്കാം. എന്നിട്ട് ഇനി ഇതിന്റെ നാല് സൈഡും തയ്ച്ചെടുക്കാം. നമ്മുടെ ഇത് മാസ്കിൻ്റെ 4 വശം ഇങ്ങനെ കൂട്ടി തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കാം. നല്ല വശം പുറത്തേക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ ഇത് ഞാൻ തയ്ച്ചതിൻ്റെ ഈ തുമ്പിൽ ഞാൻ അടിച്ചില്ലായിരുന്നു കേട്ടോ. ആ തുമ്പി കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ
ഇതാക്കി വലിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കോലും വെച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ടാക്കി എടുക്കുന്നത്. മാസ്കിൻ്റെ ഇത് ഇതായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഈ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലാസ്റ്റിക്കുകൾ ഇടാൻ വേണ്ടി ഇവിടെ ഒന്ന് മടക്കി അടിക്കാം. ഈ സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് അതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മാസ്കിൻ്റെ 2 സൈഡും ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ അലാസ്റ്റിക് ഇടാം. അലാസ്റ്റിക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെവിയുടെ അളവ് നോക്കിയിട്ട് നമുക്കത് ഇതിലൊരു പിന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണവർക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്താലും മതി. ആ കെട്ടിന്റെ ഭാഗം ഇതിവിടെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡും അതേപോലെ അലാസ്റ്റിക് ഇടാം. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയായി. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുഖം ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന മാസ്കാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഇനി സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ തയ്ച്ചു കൊടുത്ത സ്ഥലത്തൊക്കെ ജസ്റ്റ് തുന്നി കൊടുത്താലും മതി. നമുക്ക് അടിപൊളിയായിട്ട് മാസ്ക് തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.